ഇന്നൊരു സ്പെഷ്യൽ ഡേ ആട്ടോ. വെറും സ്പെഷ്യൽ ഡേ അല്ല, വളരെ വളരെ സ്പെഷ്യൽ ഡേ. ഇന്ന് എൻ്റെയും ബേബിൻ്റെയും വെഡിങ് ആനിവേഴ്സറിയാണ്, മൂന്നാമത്തെ. ബേബി നൈറ്റിലാണ് കേട്ടോ വന്നത്. അപ്പോൾ അതുവരെ നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ വാശി പിടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബേബി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ബേബി വന്ന പാടനെ കേക്ക് കട്ടിങ്ങൊക്കെ തുടങ്ങിയിട്ടോ. അവിടെ ആണെങ്കിൽ ബഹളമൊക്കെ ഉണ്ടായിരുന്നു. അയച്ച് എനിക്കൊരു കുഞ്ഞു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു, കേക്കൊക്കെ മേടിച്ചിട്ടൊരു ഗ്രീറ്റിംഗ് കാർഡ്. ഭയങ്കര സന്തോഷം, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമുക്കിത് വളരെ കുഞ്ഞു ഗിഫ്റ്റ് ആണെങ്കിൽ ഇറ്റ്സ് വെരി സ്പെഷ്യൽ. കാരണം നമുക്ക് കാശ് കൊടുത്താൽ പോലും കിട്ടില്ല അങ്ങനെ ഒരു ഗിഫ്റ്റ്. എനിക്ക് വളരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിത് കേക്ക് കട്ടിങ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 3 വർഷം എത്ര പെട്ടെന്ന് കഴിഞ്ഞത്. അന്നൊരു ഞായറാഴ്ചയായിരുന്നു, 2002 ജൂലൈ 17. ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു ദിവസം. ഏതൊരു മനുഷ്യൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ഡേ അത് കല്യാണം തന്നെയാണ്. അന്നെനിക്ക് വളരെ ടെൻഷൻ ഉണ്ടായിരുന്നു, മുന്നോട്ടുള്ള ലൈഫ് എങ്ങനെയായിരിക്കും, പാർട്ട്ണർ എങ്ങനെയായിരിക്കും, വീട്ടിലുള്ളവരെങ്ങനെയായിരിക്കും. വളരെ വളരെ ടെൻഷൻ അടിച്ചിട്ടായിരുന്നു ഞാൻ അന്നത്തെ ദിവസം ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നെ ഇപ്പോൾ അതിനുള്ള എല്ലാത്തരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം ഏറ്റവും നല്ലൊരു ലൈഫ് തന്നെയാണ് എനിക്ക് കിട്ടിയത്, ഏറ്റവും നല്ല പാർട്ട്ണർ തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഞാൻ അതിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം അവരുടെ ബെസ്റ്റ് ഫ്രണ്ട്, അവരുടെ പാർട്ട്ണറും ഒരാളായിരിക്കുന്നതല്ല. എൻ്റെ ലൈഫിൽ ഞാൻ ബേബീൻ്റെ കൂടെ കൂടിയതിന് ശേഷം എനിക്കൊന്നിനും മിസ്സ് ചെയ്യുന്നില്ല, ഒരാളെയും മിസ്സ് ചെയ്യുന്നില്ല. കാരണം എല്ലാം എൻ്റെ ബേബീൻ്റെ കയ്യിലുണ്ട്. എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് എപ്പോഴും ഒരു ഫ്രണ്ടിനോട് സംസാരിക്കാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും സീക്രട്ട് ഉണ്ടെങ്കിൽ ആരുടെയെങ്കിലും വിളിച്ച് പറയാനോ, അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ വരുമ്പോൾ ആരുടെയെങ്കിലും സംസാരിക്കാനോ, അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം എനിക്ക് ബേബിനോട് സംസാരിക്കണമെന്നൊന്നുമില്ല. ആളുടെ കൂടെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യുക, ആളുടെ കൂടെ ഒന്ന് അടുത്തിരുന്നാൽ തന്നെ ഞാൻ ഓക്കെയാണ്, ഞാൻ ഹാപ്പിയാണ്. അതിനേക്കാൾ ഭയങ്കരമായിട്ടുള്ള പീസായിട്ടുള്ള സ്പേസ് വേറെ ഇല്ല എനിക്ക് ഈ ലൈഫിൽ. എനിക്ക് ലോകത്ത് ഒരിക്കലും മടക്കാത്തതായിട്ട് ഒന്നേ ഉള്ളൂ, അതെൻ്റെ ബേബിയാണ്. ഏതായാലും ഇടയ്ക്കൊക്കെ ഞങ്ങൾ തമ്മിൽ ചെറിയ വഴക്കൊക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ. പലപ്പോഴും ഞാൻ തന്നെയാണ് അങ്ങോട്ട് കയറി വഴക്കുണ്ടാക്കാറ്. എന്തായാലും ആൾ ഒരിക്കൽ പോലും എന്നോട് മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. പ്രശ്നം ഉണ്ടാകുന്ന ടൈമിൽ ആൾ ഭയങ്കരമായിട്ട് സൈലൻ്റായിട്ടിരിക്കും. ദേഷ്യം വരുമ്പോൾ വയതൊന്നും എന്നോടൊന്ന് നോക്കുമോ ദേഷ്യപ്പെടുമോ ഒന്നും ചെയ്യാറില്ല. എൻ്റെ അത്രയ്ക്ക് ഇഷ്ടമാണ് ആൾക്ക്, എനിക്കറിയാം. എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരാറുണ്ട്. നോ അങ്ങനെ പറയാറില്ല ഒരു കാര്യത്തിലും. ചിലപ്പോൾ എനിക്ക് സങ്കടമാവുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷേ എനിക്ക് തിരിച്ചൊന്നും ചെയ്തു കൊടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് ബേബി. പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്തെങ്കിലും ഒരിക്കൽ ബേബിക്ക് വേണ്ടി ബേബിക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ചെയ്തു തരും. ബേബിക്ക് ഒരുപാട് ഇഷ്ടമാണ് സർപ്രൈസ് കൊടുക്കുന്നത്, സർപ്രൈസ് വാങ്ങുന്നതൊക്കെ. എനിക്കറിയാം. ഇൻഷാ അല്ലാ എനിക്കും ആഗ്രഹമുണ്ട് അതൊക്കെ എന്തെങ്കിലുമൊക്കെ സാധിക്കായിരിക്കും അല്ലേ. ബേബി, എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾക്കറിയോ, നിങ്ങൾ നല്ലൊരു മകനാണ്, നല്ലൊരു ഹസ്ബൻഡാണ്. ഇപ്പോൾ ഇതാ നമ്മുടെ മോൻക്ക് നല്ലൊരു അമ്മയും കൂടിയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് അവൻ്റെ അമ്മ തന്നെയാണ്. അതെനിക്ക് നന്നായിട്ട് അറിയാം. എനിക്കത് തന്നെയാണ് ഏറ്റവും ഇഷ്ടം. നല്ല വിധിക്കുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങളുടെ വൈഫായി നമ്മുടെ മോൻ്റെ ഉമ്മയായി ഒരുപാട് വർഷം ഒരുമിച്ചുണ്ടാവും, എൻ്റെ അവസാന ശ്വാസം വരെ. അപ്പോൾ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.